നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫിസിക്സിൻ്റെ പരീക്ഷ എടുക്കുകയാണ് പ്ലസ് വണ്ണിൻ്റെ. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. പ്രത്യേകിച്ച് 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരീക്ഷയ്ക്ക് ഓർത്തു. ഇതിനകത്തൊരു 90%, ഞാൻ ഇപ്പോഴും പറയുന്നില്ല, 90% ക്വസ്റ്റ്യൻസും പരീക്ഷയാണ്. ന്യൂമറിക്കൽസ് വേറെയാണ്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വേറെയാണ്. പക്ഷേ അതിനകത്തൊന്ന് പക്കാ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും. സംശയം വേണ്ട, നമ്മൾ സിമ്പിളായിട്ടുള്ള നോട്ട്സൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് മാത്രം പഠിച്ച് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പോവാം. സ്റ്റഡി ചലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. അതൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വെറും 7 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ 50 മാർക്ക് കിട്ടും. ഇന്നത്തെ ഞെട്ടേണ്ട ആവശ്യകത ഒട്ടുമില്ല. കാരണം ആദ്യത്തെ 7 ചാപ്റ്റർ ആണോ അവസാനത്തെ 7 ചാപ്റ്റർ ആണോ, ആകെ 14 ചാപ്റ്റർ ഉണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനകത്ത് 6 മുതൽ 7 മാർക്ക് വരെയുണ്ട്. അടുത്ത മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈനകത്തും 7 മാർക്കുണ്ട്. 6 മാർക്ക് കൂട്ടിക്കും മിനിമം. ഒരു 6 വാറും 12 മാർക്കായി. മോഷൻ്റെ പ്ലെയിനകത്തുനിന്ന് ചോയ്സ് ഉൾപ്പെടെ 8 മാർക്ക് വരാം. അത്യാവശ്യം നല്ലൊരു ചാപ്റ്ററാണ് മോഷൻ്റെ പ്ലെയിൻ. അന്നേരം 12 8 20. ലോസ് ഓഫ് മോഷൻ മിനിമം 10 മാർക്ക് കിട്ടും. അന്നേരം 20 10 30. 5 വർക്ക് എനർജി പവർ മിനിമം 8 മാർക്ക് വർക്ക് എനർജി പവറിൽ നിന്ന് കിട്ടും. അന്നേരം 38. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ 6 മാർക്ക് കൂട്ടിക്കും. 38ഉം 6ഉം 44. ഇനി ഗ്രാവിറ്റേഷൻ 8 മുതൽ 10 മാർക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാം. അന്നേരം 44ഉം 10ഉം 54. പോട്ടെ, 50 മാർക്ക്. ആദ്യത്തെ 7 ചാപ്റ്റർ പഠിച്ചാൽ 50 മാർക്ക്. അന്നേരം പല കുട്ടികളും ചോദിക്കും, സാർ ആദ്യത്തെ 7 ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോയാൽ മതിയല്ലോ. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇതിൽ നിന്ന് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ന്യൂമറിക്കൽസ് ചോദിക്കാം, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബാക്കിയുള്ള ചാപ്റ്ററോടെ പഠിച്ചാൽ നിങ്ങൾക്ക് ലാസ്റ്റ് 5 ചാപ്റ്ററിൻ്റെ ഒരു ഗുണം എന്ന് പറയാം. ലാസ്റ്റ് 5 ചാപ്റ്റർ, അത് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യാം. കുറച്ച് ടോപ്പിക്സ് മാത്രം നോക്കിയാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അത് കിട്ടും. അന്നേരം ഈ 7 ചാപ്റ്റർ പഠിച്ചാൽ 50 മാർക്ക് നിങ്ങൾക്ക് 50 മാർക്ക് ചോദ്യം ഉണ്ട്. ഇത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ 50 മാർക്കിൽ ഒരു 40 മാർക്ക് 42 മാർക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട്, അല്ലെങ്കിൽ 45 മാർക്ക് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അന്നേരം ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ അടിപൊളിയായിരിക്കും. ആരും തോക്കത്തില്ല, ഗംഭീര മാർക്കും മേടിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ എവർ ഗിവ് അപ്പ്.